അസ്സലാമലൈക്കും. എൻ്റെ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ കഴിഞ്ഞോ? വിരുന്ന് പോയാലൊക്കെ തിരിച്ചു വന്നോ? ടൂറ് പോയാലൊക്കെ വന്നോ? ഓരോരോ അപകടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, പഠിച്ചോനെ ആർക്കൊന്നും വരുത്തരുത് റബ്ബേന്ന്. നമ്മളെ പെരുന്നാളൊക്കെ അങ്ങനെയായിട്ട് കഴിഞ്ഞുകൂടി. പിന്നെ വിശേഷിച്ച് പെരുന്നാളിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനില്ല. കാരണം പെരുന്നാൾ ആഘോഷിക്കണമെന്നുണ്ടെങ്കിലും കൂടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനമല്ല. ആസ്പത്രി കേസ് തന്നെ, വേറെ ഒന്നല്ല. അതിങ്ങനെ എത്ര നമ്മളെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനിങ്ങനെ ആലോചിക്കും. കാരണം ഇത് ഒരു പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ വിചാരിച്ചും ഇതോടുകൂടെ മാറും, കുറച്ച് കാലം കൂടി കുടിച്ചാൽ മതിയാവും, ഈ ലിസ്റ്റ് മതിയാവും, ഈ ഡോക്ടറെ കണ്ടാൽ മതിയാവും. എവിടെ അത് പോയിട്ട് വന്നൊരു 1.5 മാസം ആകുമ്പോഴത്തേനിപ്പോൾ രണ്ടാമത്തതായും വലുതുമാതിരിയാണ് വരുന്നത്. എന്തെങ്കിലും അള്ളാഹു ഒന്ന് കണക്കാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച. അപ്പോൾ മൗലാനിയിലെ വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇൻഷാ അള്ളാ ഒരുവിധം ആശ്വാസമായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം നമ്മളെ കണ്ണിൽ ഇങ്ങനെ കാണുമ്പോൾ അതിപ്പോൾ അടുത്തുള്ളവരതാണെങ്കിലും ശരി, നമ്മളെ കൂടിയുള്ളതാണെങ്കിലും ശരി, ഇടങ്ങേറാകണ കാണുമ്പോൾ എന്നെക്കൊണ്ട് സഹിച്ചില്ല. അപ്പോൾ അതാണ് പ്രശ്നം, വേറൊന്നുമല്ല. ചില ആൾക്കാരുണ്ട് എന്താണെങ്കിലും വേണ്ടില്ല, എനിക്ക് സുഖമാണല്ലോ എന്ന് കരുതിയിട്ടിരിക്കും. പക്ഷേ എന്നെക്കൊണ്ട് അത് കഴിയൂല. എവിടെയാണെങ്കിലും ഒരു അയൽവക്കത്താണെങ്കിലും ശരി, നമ്മളെ കുടിയിലാണെങ്കിലും ശരി, എനിക്കറിയണ ആൾക്കാരാണെങ്കിലും ഞാൻ ബന്ധപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ എനിക്ക് വലിയൊരു ഇടങ്ങേറാണ് അതൊക്കെ ആലോചിച്ചുമ്പോൾ. അതേമാതിരി ഒരാളാണ് നമ്മളെ നൂറ. സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട നൂറാനെ. അപ്പോൾ നൂറാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമമാണ്. വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ കൊടുക്കില്ല. ഒരു ദിവസം 2 ദിവസം വിളിച്ചിട്ടും ഫോൺ കൊടുത്തില്ല. അപ്പോൾ പിന്നെ ഞാനൊരു മെസ്സേജ് വിട്ടു. അപ്പോൾ ആ മെസ്സേജിന് പറഞ്ഞിരുന്നു, എല്ലാവർക്കും വീട്ടിലാണ് കതിയെ പെരുന്നാൾ, പക്ഷേ എനിക്ക് ആസ്പത്രിയിലാണ് പെരുന്നാളെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഞമ്മക്കൊരു ഇടങ്ങാറ്. അപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള ഇടങ്ങാറ് തന്നെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പുറത്ത് അതും കേൾക്കുമ്പോൾ അതിലേറെ ഒരു ഇടങ്ങാറ്. മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു നീറ്റൽ. എന്നാൽ വലിയ കാര്യമായിട്ട് ആരെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിട്ട് പറയാനുമില്ല. പക്ഷെ എവിടെയോ ഒരു നീറ്റൽ നമുക്ക് മനസ്സിൽ. അതാ ബന്ധം കൊണ്ടായിരിക്കാം. അങ്ങനെ ഓലെ രണ്ടാളെയും വിളിച്ച്, രണ്ടാളെന്ന് പറഞ്ഞാൽ നെജിലാൻ കേട്ടോ, നെജില വിളിച്ചിരുന്നു. ഓളെ വിഷമങ്ങൾ കുറേ പറഞ്ഞു. കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വോയിസ് വിട്ടിക്കുന്നു പറഞ്ഞാൽ ആ വോയിസ് കേൾപ്പിച്ചു തന്നു. അപ്പോൾ എന്തപ്പോൾ നമ്മൾ ഇതിനൊക്കെ പറയുക? 3 പിഞ്ചു കുട്ടികൾ ഐറ്റങ്ങളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ മെസ്സേജുകൾ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? ഫുഡ് പോയ്സൺ ഉണ്ടാവും, അല്ലെങ്കിൽ തേങ്ങ പോകും, അല്ലെങ്കിൽ വണ്ടി ഇടിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കും. അതിന് ഞാൻ ആളല്ല. ഇതൊക്കെയാണ് വോയിസിൽ പറയണത്. പിന്നെ ഓള് വീഡിയോസിൽ അത് പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും മക്കളെ, നിങ്ങൾ പറയണ ഒരു പിഞ്ച് മക്കളെങ്ങനെ പറയല്ലേ ആരാണെങ്കിലും. കാരണം ഐറ്റങ്ങൾ ഭൂമിയിൽ വന്നു എന്നല്ലാതെ വേറൊരു തെറ്റും ഐറ്റങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇനി വരും കാലങ്ങളിൽ അവർ ചെയ്യുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഐറ്റങ്ങളൊന്നും അറിയാത്ത നിരപരാധികളായ 3 കുഞ്ഞു മക്കളാണ്. അപ്പോൾ ഐറ്റങ്ങൾ നിങ്ങൾ പറയണ്ട. കാരണം എന്താ വെച്ചാൽ കുഞ്ഞു മക്കളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇതേമാതിരി പബ്ലിക്കായിട്ട് വോയിസ് വിടുക അറിയുമ്പോൾ അതൊക്കെ എത്രത്തോളം ഉണ്ട് ആലോചിക്കണ്ടേ മക്കളെ നിങ്ങളൊക്കെ അങ്ങനെ ഒരു വോയിസ് വിടുമ്പോൾ. കാരണം അതൊക്കെ ഒരു പെറ്റ ഉമ്മ മാത്രമേ ഉള്ളൂ. വാപ്പ ഇല്ലാത്ത മക്കളാണ്. വാപ്പ ഉണ്ടായിട്ടും ഇല്ലാത്ത മാതിരിയാണ് ആ മക്കൾ ജീവിക്കുന്നത്. ഇല്ല, മരിച്ചുപോയ വാപ്പാൻ്റെ മക്കളും ഒഴിവാക്കിപ്പോയ വാപ്പാൻ്റെ മക്കളുമായിട്ട് എന്താണെങ്കിലും ആ പെറ്റ തള്ളുള്ളത് കൊണ്ടല്ലേ ആ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ മക്കളെയൊക്കെ വലിയ എത്തിങ്ങാനി കൊണ്ടിടുകാരന്, വേറുള്ളടത്ത് കൊണ്ടിടുകാരന് എങ്ങനെയാണെങ്കിലും ഒരു ഉമ്മ പോറ്റണ മാതിരിയാകുമോ? വാപ്പല്ലെങ്കിലും കൂടി മക്കളെ എങ്ങനെയെങ്കിലും ജീവിച്ചു വരുമെന്ന് പറയാം. പക്ഷെ ഒരു ഉമ്മ അല്ലെങ്കിൽ വേദന മക്കളെ ഉമ്മ ഇല്ലാതെ ആകുമ്പോഴേ അറിയുള്ളൂ. അതേമാതിരി തന്നെ ആ 3 മക്കളെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഓളെന്നെ ജീവിക്കുന്നത്. ആ മക്കൾ പോയാൽ പിന്നെ ഓള് ജീവിക്കുമോ? അപ്പോൾ എന്തൊക്കെയാണ് വോയിസിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ കേട്ടിരിക്കാൻ പറ്റൂല. ആ വോയിസൊക്കെ എന്തിനാ മക്കളെ എങ്ങനെയൊക്കെ നിങ്ങൾ പറയാൻ നിൽക്കണത്? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടുക എന്നല്ലാതെ കുഞ്ഞു മക്കൾ ഇനിയിപ്പോൾ ആ മക്കൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നങ്ങൾ വരുങ്ങൾക്കല്ലേ. എങ്ങനെ നിങ്ങൾ പബ്ലിക്കായിട്ട് വോയിസ് മെസ്സേജ് ഇടും, അത് എടുത്ത് പബ്ലിക്കിൽ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആ മക്കൾക്ക് വേറെ വഴി വന്നാൽ തന്നെ പ്രശ്നങ്ങൾക്കല്ലേ വരിക.
അത് നിങ്ങൾ ആലോചിച്ചിട്ടാണ് അങ്ങനത്തെ വോയിസൊക്കെ വിടുന്നത്. കാരണം ഓളൊരു യൂട്യൂബറാണ്, യൂട്യൂബിലുള്ളതാണ്, സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പോൾ ഇത്തരം മെസ്സേജുകളൊക്കെ അവൾക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ നാളെ ആ മക്കൾക്ക് എന്തെങ്കിലും എവിടുന്നെങ്കിലും സംഭവിച്ചാലും നമ്മളെ അത് ബാധിക്കും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട മക്കളെ. എങ്ങനത്തെ വോയിസൊക്കെ നിങ്ങൾ വിടുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ വലിയവർക്ക് തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയവരായിട്ട് തന്നെ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി കൂടെ നിങ്ങൾ പോകുക എന്നല്ലാതെ മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞൊന്നും ഇങ്ങനെ ഭീഷണിയായിട്ട് ഉള്ള വോയിസുകളൊന്നും ഇടല്ലേ മക്കളെ. അതൊന്നും ശരിയല്ല. ഏതായാലും അതൊക്കെ പറഞ്ഞാണ് അവൾ കുറേ കരഞ്ഞത് എൻ്റെ അടുത്ത്. കാരണം ഇപ്പം മക്കളെ പുറത്ത് വിടാൻ എനിക്ക് വിശ്വാസമല്ല എന്നൊക്കെ പറഞ്ഞാണ് കുറച്ച് നേരം വിളിച്ച് ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതാണ് പറയണത്. കാരണം എല്ലാ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയപ്പോൾ ഇപ്പം എൻ്റെ മക്കളെ നേരെയിക്കാണ്, ഞാൻ എന്താ ചെയ്യേണ്ടിത്താന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ പറയണത്. നമ്മളിപ്പോൾ എന്താ പറയുക? കാരണം ഈ വടംവലിയുടെ ഇടയിൽ ആ കുഞ്ഞു മക്കൾ കടന്ന് അടങ്ങാറാകണത്. ആ മസറൂറ മോളൊക്കെ 10 വയസ്സായ കുട്ടിയാണ്. അതിനൊക്കെ ഏകദേശം എല്ലാം മനസ്സിലാവേണ്ട പ്രായമെത്തി. മറ്റത് രണ്ടിനും ഒന്നും മനസ്സിലായില്ലെങ്കിൽ ആ മസറൂറാറിന കുട്ടിക്കൊക്കെ ഇപ്പോൾ ഏകദേശം പറയണതും ഇതാക്കണതും ചെയ്യണതും പിടിക്കണതും ഒക്കെ മനസ്സിലാക്കേണ്ട പ്രായമായി. ആ മക്കളൊരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക്. കുറച്ചൊരു മനസ്സിനൊരു സമാധാനം സന്തോഷം അവനവൻ്റെ വീട്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ അവനവൻ്റെ ഉമ്മ മാത്രമാണ് വളർത്തുന്നത്. അവിടെയും ഒരു സമാധാനത്തോടെ അവരുമ്മ ജീവിക്കണതും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് സ്കൂളിലേക്കും മദ്രസയിലേക്കും പറഞ്ഞു വിടണം. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ മക്കളെ മാനസികാവസ്ഥയും ശരിയാകുള്ളൂ. അതിൽ അവളെ മാനസികാവസ്ഥ ഈ അവസ്ഥയിൽ ഇങ്ങനെ നീറി പുകഞ്ഞു കൊലവിളിയായിട്ട് നടന്ന് പേടിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ മക്കൾക്ക് എന്ത് സ്വസ്ഥത ഉണ്ടാകുക? ആ മക്കളും അതിൽ ഒരു മാനസികമായി തകരുകയല്ലേ. ഐറ്റങ്ങളെ മുന്നോട്ടുള്ള ജീവിതങ്ങളും ഈ കാരണം കൊണ്ട് തകർന്നു പോവല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടിയും മക്കളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വലിയവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലിയവർ തമ്മിലാവുക എന്നല്ലാതെ ഈ കുഞ്ഞു മക്കളെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഒന്നും പറയല്ലേ മക്കളെ. എന്താണെന്ന് വെച്ചെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിനുള്ള പേര്, കാരണം അതൊക്കെ പബ്ലിക്കായിപ്പോയി. ഇനിയെങ്കിലും അങ്ങനത്തെ ഒരു മറ്റേ മെസ്സേജുകളും വോയിസുകളും ഒന്നും വിടാതിരിക്കുക. ഞാൻ എൻ്റെ ഒരു കൂടപ്പുറപ്പോളോട് പറയണ മാതിരിയാണ്. കാരണം എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകണത് എനിക്ക് പേടിയാണ്. ഞങ്ങൾ കഴിയുന്നിടത്തോളം ഞങ്ങളെ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകുന്നിടത്തുനിന്ന് ഞാൻ ഒഴിവാകാൻ നോക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ്. എനിക്ക് അയൽവക്കക്കാർ തമ്മിലുള്ള പ്രശ്നം, കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വടംവലി ഇതൊക്കെയാണെങ്കിൽ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചിട്ടിട്ട് പറയും പ്രശ്നമൊന്നും വേണ്ട, പറഞ്ഞു തീർത്താൽ മതി, പ്രശ്നം ഉറക്ക വർത്താനം പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരിതിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുകയാണ്. എൻ്റെ മാനസികാവസ്ഥ ആയിരിക്കാം അത്, പക്ഷെ എന്നാലും എനിക്കത് കേൾക്കുമ്പോൾ പേടി. അപ്പോൾ പിന്നെ സ്വന്തം പെറ്റ തള്ളക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം ഇതുണ്ടാവും. ആ വീഡിയോസൊക്കെ എടുത്ത് നമ്മളെ ഉണ്ണിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ചെയ്ത് ഇതെല്ലാം പുറത്തു കൂടെ പോയി മറ്റേ ഇതാകുമ്പോൾ ഞാൻ പിന്നെ ആരുടെയും വീഡിയോ എടുത്തോ അല്ലെങ്കിൽ മറ്റേ സൗണ്ട് എടുത്തോ വോയിസ് എടുത്തോ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് ചെയ്യുന്നല്ലാതെ ആരുതും ഞാൻ ഇതിൽ കാണിക്കലില്ല. പിന്നെ കാണിക്കൂല എന്നല്ല കേട്ടോ, ഇനി കാണിക്കേണ്ട ഒരു ഇത് തോന്നുകയാണെങ്കിൽ ഞാൻ കാണിക്കും. പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഏതോ 1-2 വീഡിയോയിൽ ഒരു വീഡിയോയിൽ മാത്രം അസുറാത്താൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ അസുറാത്ത തിരിച്ച് വരണേന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അസുറാത്താൻ്റെ ഫോട്ടോ വെച്ച് വേറെ അതും തിരിച്ച് വരണേന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഞാൻ ഒരാൾക്കും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതണു. പെരുന്നാളൊക്കെ സന്തോഷത്തോടെ പോയി എന്ന് കരുതണു. ടൂറ് പോയാലൊക്കെ തിരിച്ചെത്തിയെന്ന് വിചാരിക്കണു. പോയ മരുമക്കളൊക്കെ തിരിച്ച് വന്നു എന്ന് കരുതണു. ഉമ്മാൻ്റെ കുടിയിലേക്ക് പോയാലൊക്കെ തിരിച്ചെത്തിയെന്ന് കരുതണു. അപ്പോൾ നമുക്ക് പിന്നെ ഇനി അള്ളാൻ്റെ വേണ്ടുകോടുകൂടെ നമ്മളെ ദുനിയാവിലുള്ള ഉമ്മാൻ്റെ അടുത്ത് പോക്കും ഉപ്പാൻ്റെ അടുത്ത് പോക്കൊക്കെ കഴിഞ്ഞു പോകണം. നമുക്ക് ഇനി അങ്ങനെ അള്ളാഹുവേ എൻ്റെ ഉമ്മയില്ല അപ്പയില്ല. അപ്പോൾ നമ്മളൊക്കെ ഇനി ഇരിക്കണോടത്ത് ഇരിക്കുക എന്നല്ലാതെ പിന്നെ ഇപ്പോൾ കൂടപ്പറപ്പുകളോർക്ക് വിരുന്ന് പോകാറുണ്ട്. അങ്ങനെ വിരുന്ന് പോകാനോ ഇല്ല, നമ്മളൊക്കെ അത് ഈ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിരുന്ന് നോക്കനും ഇനി ഇല്ല. പിന്നെ എനിക്ക് വിരുന്ന് പോകാം കേട്ടോ, തിരുവനന്തപുരത്തേക്ക് വിരുന്ന് പോകാം. അവിടെ മറ്റേ ഇക്കാൻ്റെ ആൾക്കാരൊക്കെ അവിടെയാണുള്ളത്, മക്കളൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് വിരുന്ന് പോകും. 21-ാം തീയതി പോകണം. പെങ്ങളെ എൻ്റെ മൂത്ത നാത്തൂൻ്റെ മകളെ കുട്ടിക്ക് കല്യാണമാണ്, ഒരു ചെക്കൻ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിക്കും അതേമാതിരി ഇപ്പം ഞങ്ങൾ താത്ത
ഒരു 5-6 കൊല്ലം മുമ്പേ മരിച്ചു. 6 കൊല്ലമല്ല ഉണ്ടായിരുന്നു, 5 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ. താത്ത മരിച്ചു. താത്താൻ്റെ 2 പെൺമക്കളായിരുന്നു. അപ്പോൾ താത്താൻ്റെ പെൺമക്കളിൽ 2 പെൺമക്കളിൽ ആൺകുട്ടികളില്ല. അപ്പോൾ ഈ പെൺകുട്ടികളെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു പോയിക്കണം. പെൺകുട്ടികൾക്കൊക്കെ 10-12 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയിക്കണം. പിന്നെ ഉമ്മയാണ് വളർത്തി 2 എണ്ണത്തിനെയും കെട്ടിച്ചു കൊടുത്ത്. അമ്മമാരൊക്കെ പാടെ കൂടിയിട്ടാണ് കെട്ടിച്ചു കൊടുത്തത്. ഇപ്പോൾ അതിലെ മൂത്ത മകളെ കുട്ടിക്ക് കല്യാണമാണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ ഉമ്മയും വാപ്പയോ ഇല്ല, അപ്പോൾ നിങ്ങളൊക്കെ പാടെ വന്ന് മുമ്പിൽ നിൽക്കണം, ഞങ്ങൾക്ക് ഉമ്മാക്കും വാപ്പായിട്ടും പകരമായിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഉണ്ട് അമ്മയൊക്കെ ഉണ്ട്, എന്നാലും വിളിച്ച് പറഞ്ഞിരുന്ന അമ്മമാരോടും ഒക്കെ പാടെ. അപ്പോൾ ഞങ്ങൾ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ 21-ാം തീയതി പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ കുറച്ച് ലെന്തായി തോന്നുന്നു. ഏതായാലും എല്ലാവർക്കും അള്ളാഹു ഈമാനും ആഫിയത്തും ദീർഘായുസ് നൽകട്ടെ. മരണസമയത്ത് അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. നാളെ ആരോ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എല്ലാവർക്കും വലിയ ഈമാനാണ്, പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് മറ്റേ ഹറാമല്ലേ, അത് പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാവരും നിങ്ങൾ ഒരേ കണക്കിന് കൂട്ടണ്ട. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു പോകും, അത് മനസ്സിലുള്ളതുകൊണ്ട് പറഞ്ഞു പോകണതാണ്, ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു വിധം നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ പാവങ്ങളൊന്നും ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ വരില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണോ മറ്റേ നമ്മളെ പ്രവൃത്തി, അതുപോലെ തന്നെ കാരണം നമ്മളെ കുടിയിലുള്ള പ്രവൃത്തി. എൻ്റെത് അങ്ങനെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ ഈമാനും മാഫിയത്തും നൽകട്ടെ, അല്ലെങ്കിൽ മരണസമയത്ത് ഈമാൻ നൽകട്ടെ എന്നൊക്കെ പറയുന്നത് മാതിരി തന്നെയാണ് എൻ്റെ വീട്ടിലേക്കും അതേമാതിരി എന്നോട് ഫോൺ ചെയ്യണവർക്കും ഒക്കെ ഞാനത് പറയലുണ്ട്. തിരിച്ചും അതുണ്ടാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് പറയുന്നത്. കാരണം നമ്മളെ വായും കൊണ്ട് നമ്മൾ പോകുന്ന വഴി തെറ്റാണെങ്കിലും എത്തുന്നത് നല്ലതിൽക്കാണെങ്കിൽ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കണ്ട. നമ്മൾ ചെയ്യുന്നത് പലരും പലതും ചെയ്യായിരിക്കും, പക്ഷേ നേരിട്ട് നമുക്കാണ് പോകാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സലാം. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം ആയസോടെ ഉണ്ടെങ്കിൽ.